വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. ശാരദാമ്മയും ശാരികയും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അവിടെ ഇരുന്നങ്ങോട്ട് പറയുകയാണ്, വേലായുധൻ ഭക്ഷണം കഴിച്ചിട്ട് പൈസ ചോദിച്ചിരിക്കുന്നു, ഈ വേലായുധൻ ആരെന്ന് അറിയില്ല, ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിൽ പുക വലിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്ത ഒരിതിൽ അവരും ഹോട്ടലിനകത്ത് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ കളക്ട്രേറ്റിലാണെങ്കിൽ കമലിനൊരു ഓട്ടോ ആയിട്ട് അവിടെ എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു അവിടെ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണുകയാണ്. അന്നേരം ആശാനെന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. ഒരു ഓട്ടം കിട്ടി വന്നതാണ്, ഇടയ്ക്കൊക്കെ കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിന്നെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു, നമുക്ക് ഇത്തിരി പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക, ഒരു മനസ്സമാധാനം ഇല്ല, ഒരു യന്ത്രം പോലെ എപ്പോഴും ജോലി എന്നും പറഞ്ഞ് വിഷ്ണു ആകപ്പാടെ ഒരു വിഷമത്തിലാണ്. അന്നേരം എന്ത് പറ്റി, ഏട്ടത്തിമ്മയായിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടായെന്ന് ചോദിക്കുക. അന്നേരം ഉടക്കുണ്ടാവാനാണെങ്കിൽ നേരിട്ടൊന്ന് സംസാരിക്കണ്ടേ, ഇതെപ്പോഴും ജോലി. അവൾക്കാണെങ്കിൽ കുറേ ഫയലുകളാണ് ഇഷ്ടം. എന്നെക്കാളും ഭർത്താവിനോട് ഒന്നിച്ചിരിക്കാനോ ഒന്നിച്ച് സംസാരിക്കാനോ ഒന്നും ഒക്കെ സമയമില്ല. ഭർത്താവിനെന്ന് പറഞ്ഞ് ഒക്കെ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഇപ്പോൾ ഫയലാണ്, ഞാനൊന്നും അല്ല, എപ്പോഴും ഫയലും കെട്ടിപ്പിടിച്ചാണ് നടപ്പ് എന്നൊക്കെ ഇങ്ങനെ ശാലിനിയെ കുറിച്ച് അങ്ങ് വിഷ്ണു പരാതി പറയുകയാണ്. അന്നേരമാണെങ്കിൽ കമലും പറയുന്നുണ്ട്, ഒരു ഐഡിയ ഉണ്ട്, ആശാനാണെങ്കിൽ എന്തെങ്കിലും എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതി, മനസ്സിലുള്ള പറയാനുള്ളത് മുഴുവൻ ഒരു പ്രണയലേഖനം എന്ന പോലെ പണ്ടൊക്കെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എഴുതിയിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ആരാടാ സ്കൂളിൽ പോയത്, എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല ഇതുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നാലും ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമലിനാണെങ്കിൽ ഓട്ടോയിൽ പോയിട്ട് ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആശാൻ ഇതിലേക്ക് നല്ല രാസൽ പ്രണയലേഖനം എഴുതിക്ക്, എനിക്കാണെങ്കിൽ പറഞ്ഞു തരാനൊക്കെ അറിയാം, പണ്ട് ഞാനാണെങ്കിൽ കുറേ പിള്ളേർക്ക് എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുക. അന്നേരം അതൊന്നും ഏക്കൂല്ലടെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതൊക്കെ ഏക്ക് ചെയ്യും, നമ്മൾക്ക് പറയാൻ പറ്റാത്തത് ആശാനാണെങ്കിൽ മനസ്സിലുള്ളത് മുഴുവൻ ഒരു കത്തായിട്ട് തുറന്നങ്ങോട്ട് എഴുതാൻ പറയുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആപ്പാടെ സംശയത്തിലാണ്. അന്നേരം അങ്ങോട്ട് കാറിൻ്റെ ബോണറ്റിൻ്റെ അവിടെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചങ്ങോട്ട് എഴുതിക്കുകയെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പേനയുടെ ക്യാപ്പൊക്കെ ഇങ്ങനെ കടിച്ച് കൂരുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുക എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു പാട്ട് വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പാട്ടാ, അപ്പോൾ താരാട്ട് പാട്ടായാലോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അവിടെ കിടത്തി ഉറക്കാനല്ലേ എൻ്റെ പൊന്നാശാനെ, നല്ലൊരു പ്രണയലേഖനം പാട്ട് ഹൃദയ സരസിലെ വെച്ച് തുടങ്ങിക്കോന്ന് പറയുകയാണ്. അതിനാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, പ്രണയവും പുഷ്പവും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലിനാണെങ്കിൽ അങ്ങോട്ട് പാടുകയാണ്. അന്നേരം പതുക്കെ എന്നൊക്കെ കമലിനോട് വിഷ്ണു പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കൂ എന്നുള്ളത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ എഴുതുന്നുണ്ട്. എഴുതി കഴിഞ്ഞ ശേഷം കമലിന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു, വിഷ്ണു അത് എഴുതുകയും ചെയ്യുന്നു. അവസാനം വിഷ്ണു പറയുന്നുണ്ട്, ഇനി ഒരു ഒപ്പ് കൂടി ഇട്ടാലോ, എങ്കിൽ പിന്നെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടെ വച്ചേരെന്ന് പറഞ്ഞ് കമലം കളിയാക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് അത് കമലം വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് കണ്ടാലേ അറിയാം ആശാൻ തന്നെയാണ് എഴുതിയെന്ന്, ഹൃദയത്തിൻ്റെ ദായം ഇങ്ങനെയല്ലെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ മതി, എനിക്ക് ഇങ്ങനെ എഴുതാൻ അറിയാവുന്ന അവൾക്കറിയാം, ഇതിപ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് എത്തിക്കാൻ നോക്കുമെന്ന് പറയുക. അന്നേരം ഫയലല്ലേ ഇഷ്ടം, അപ്പോൾ ഫയലുകൾക്കിടയിലൂടെ തന്നെ നമുക്ക് എത്തിക്കാം, എന്തായാലും ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ദൈവം അതിനുള്ളൊരു വഴി കാണിച്ചു തരുമെന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് അനുപല്ലവി ആണെങ്കിൽ കുറേ ഫയലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടനാഴിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അന്നേരം വഴി കിട്ടി ആശാനെ എന്നിങ്ങനെ പറയും, ഇപ്പോൾ അടുത്ത വഴി നമുക്കത് എത്തിക്കാനുള്ള വഴി ഇപ്പോൾ തെളിയുമെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പേ ഈ അനുപല്ലവിയുടെ കയ്യിൽ നിന്നും ആ ഫയലും കൊണ്ട് താഴെ വീഴുകയാണ്. അന്നേരം ആശാനെ, പെട്ടെന്ന് ചെല്ല്, ഇതിപ്പോൾ നമുക്ക് കിട്ടിയ വഴിയാണ്, കിട്ടിയ അവസരമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അനുവിൻ്റെ പറയുന്നുണ്ട്. വിഷ്ണുവിനാകപ്പാടെ ഒരു സംശയം, ഇത് ഇതൊക്കെ ശരിയാകുമോ എന്നുള്ളത്. അന്നേരം പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തെ ഉള്ള സമ്പ്രദായമാണിത്, നമുക്ക് പറയാൻ പറ്റാത്തത് എഴുതിക്കൊണ്ട് ചെല്ലുന്നത്. അന്നേരം അതിന് വേറെ പേരാണ് പറയുന്നത്, പ്രണയലേഖനം അല്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഉള്ളത് തന്നെ. എന്തായാലും ആശാൻ അങ്ങോട്ട് ചെല്ല്, ആ ഫയലുകൾ എടുത്തു കൊടുക്കുക, എന്നിട്ട് അതിനിടയിൽ ഇതങ്ങോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തള്ളിവിടുകയാണ്. അന്നേരം വിഷ്ണു എന്നിട്ട് അയ്യോ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ വല്ലവിയോട് സംസാരിച്ചിട്ട് അതിൽ നിന്നൊരു ഫയലിങ്ങനെ വിഷ്ണു എടുത്തിട്ട് ആ പേപ്പർ അതിൽ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകണ്ടേ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ എടുത്ത് അനുവല്ലവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മേഡത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണേ, ഇനി ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാമെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ഇത് എനിക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുവല്ലവി അതുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണുവിനാകപ്പാടെ ഒരു ടെൻഷൻ. വിഷ്ണു കമലിനോട് പറയുകയാണ്, നിൻ്റെ ഒരു ഒറ്റ ബുദ്ധിയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്, നീ ഇവിടെ തന്നെ കാണുന്നേ, നിന്നെ എന്താവും ഒന്നോ പ്രതികരണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം അതൊക്കെ ശരിയാവും അച്ഛനെ, എനിക്കൊരു ഓട്ടം ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. അന്നേരം ഡേ നീ എവിടെ പോകണേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാം സെറ്റാണ്, വിജയാശംസകൾ എന്നൊക്കെ പറയുമ്പോൾ കമലിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ഞാൻ എത്തിയത്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്.
തുടർന്ന് അനുപല്ലവി ആണെങ്കിൽ ആ ഫയലുകളെല്ലാം ശാലിനിയുടെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവി ഇങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ആദ്യത്തെ ഫയൽ എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നും പറഞ്ഞ് ആ വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ അതിൽ വന്ന് വിഷ്ണു പറയുന്നതായിട്ട് ശാലിനി ഇങ്ങനെ വായിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ മുഖത്ത് ചിരിയൊക്കെ വരികയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ആ ക്യാമറ ആ മോണിറ്റർ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ അങ്ങ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നാണത്തോടെ നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ഇതിന് ഇപ്പോൾ തന്നെ ഒരു മറുപടി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി വേറൊരു കവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശാലിനി കാണുമ്പോൾ ശാലിനിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ വിഷ്ണു പെട്ടെന്ന് തിരിയുകയാണ്. അയ്യോ കുഴപ്പമായോ, ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറ് ഇങ്ങനെ ഒരു കവിത എഴുതിയില്ലായിരുന്നെങ്കിൽ വിഷ്ണുവിൻ്റെ ആകെ പെട്ടുപോയണല്ലേ ചോദിക്കുകയാണ്. നല്ല സാഹിത്യഭാവനയാണല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് എനിക്കറിയാവുന്ന സാഹിത്യഭാവനയിൽ ഞാനൊരു മറുപടി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കവറ് വിഷ്ണുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് വിഷ്ണു നാണത്തോടെ ഇതൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് വായിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അതിങ്ങനെ കവറ് പൊട്ടിച്ച് നോക്കുമ്പോൾ അയ്യോ ഇതിപ്പോൾ എന്താ, ഇത് മൊത്തം ഇംഗ്ലീഷിലാണല്ലോ, ഞാൻ മലയാളത്തിലല്ലേ കൊടുത്തത്, നമുക്ക് മലയാളത്തിൽ തന്നുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ അക്ഷരങ്ങളൊക്കെ ഓരോന്നായിട്ട് വായിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ഇടനാഴിയിലൂടെ അനുപല്ലവി ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നിട്ട് ഓടി അനുമോളെ എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം അല്ല അനുമേടം ഇതൊന്ന് വായിച്ചു തരൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അന്നേരം അത് വായിക്കുമ്പോൾ അനുപല്ലവിയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മാഡത്തോട് ചോദിച്ചാൽ മതി, മാഡം തന്നെ പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. അന്നേരം ആഹാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വാങ്ങുന്നുണ്ട്. അനുപല്ലവി പോവുകയാണ്. അന്നേരം മാഡത്തോട് ചോദിക്കാം, ഇനിയിപ്പോൾ തല പോകുന്ന കേസൊന്നും അല്ലല്ലോ, ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ലവ് ലെറ്റർ കൊടുത്തു, അതിപ്പോൾ തിരിച്ചു തന്നതല്ലേ, ഞാൻ പോയി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ക്യാബിനിലേക്ക് ശാലിനിയുടെ ക്യാബിനിലേക്ക് വിഷ്ണു ചെല്ലുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അന്നേരവും ശാലിനിയാണെങ്കിൽ ആ വിഷ്ണു കൊടുത്ത ലെറ്റർ ഇങ്ങനെ വായിച്ച് ചിരിച്ചിരിക്കുകയാണ്. വിഷ്ണുവിനെ കാണുമ്പോൾ ശാലിനി അതങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഞാൻ മലയാളത്തിലല്ലേ തന്നത്, പിന്നെ എന്തിനാ ഇംഗ്ലീഷിൽ തന്നെ കളിയാക്കിയത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വലിയ പാട്ടൊക്കെ എഴുതുന്ന ആളല്ലേ, സാഹിത്യഭാവനയൊക്കെ ഉള്ളതല്ലേ, വായിക്കുമെന്ന് പറയുകയാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടെന്ന് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാമേട്ടനാണെങ്കിൽ ആ ക്യാബിനിലേക്ക് വരികയാണ്. അന്നേരം കയറി വരുമെന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. വിഷ്ണു അത് കാണുന്നില്ല. അന്നേരം ആളിനെ മനസ്സിലായില്ലേ എന്നിങ്ങനെ വിഷ്ണുവേട്ടാന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ആ രാമേട്ടൻ തടിച്ചല്ലോ, ഇത് എവിടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി പറയുകയാണ്, താൽക്കാലിക 2 മാസത്തേക്ക് താൽക്കാലിക ലീവിന് പോയിരുന്ന രാമേട്ടൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ അത് വിഷ്ണുവേട്ടൻ്റെ അപ്പോൾ ജോലി മാറുന്നു, താൽക്കാലിക വേക്കൻസി അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഓർഡറാണ് തന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ ആകപ്പാടെ അങ്ങോട്ട് വിഷമമാവുകയാണ്. അന്നേരം ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എന്താ ആലോചിക്കുന്നത്, അന്ന് ജോലിക്ക് കയറിയപ്പോഴേ പറഞ്ഞിരുന്നില്ലേ താൽക്കാലിക വേക്കൻസിയാണ്, ലീവിന് പോയ ആൾ തിരിച്ചു വരുമ്പോൾ മാറിക്കൊടുക്കണം എന്നുള്ളതൊക്കെയെന്ന്. അന്നേരം അതൊക്കെ എനിക്ക് അറിയാം എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് ചിരിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ശാലിനിയുടെ ആ ഒരു ഡ്രൈവറിൽ നിന്ന് പോകുന്നതിനോട് വിഷ്ണുവിന് ആകപ്പാടെ ഒരു വിഷമം. വിഷ്ണു ആലോചിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും തമാശ പറയുന്നതും ഒക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിലൂടെ ഓർമ്മിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട്, ഇനി ഇതുപോലെ ആരെങ്കിലും ലീവിന് പോവുകയാണെങ്കിൽ വേക്കൻസി വരികയാണെങ്കിൽ വിഷ്ണുവേട്ടനെ വിളിക്കുക, ആരാണോ ജോലി തന്നത് അവരോട് പറഞ്ഞിട്ട് പോയാൽ മതി, അപ്പോൾ അവർ അറിയിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അതൊക്കെ ശരി തന്നെ എന്നൊക്കെ ഒരുവിധം ചിരി വരുത്തുകയാണ്. എന്നിട്ട് വിഷ്ണു ഇതിപ്പോൾ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരുവിധം താക്കോലൊക്കെ എടുത്തിട്ട് രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാ വണ്ടി അവിടെ കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ വിഷമം ശാലിനി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം രാമേട്ടൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ശാലിനിയാണെങ്കിൽ രാമേട്ടന് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത് തന്നെയാണ്, ശരി തന്നെ, പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ വരട്ടെ കളക്ടർ മാഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സല്യൂട്ട് കാണിക്കുകയാണ്. അന്നേരം കണക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുവിനോട് പറഞ്ഞാൽ മതി, സെക്ഷനിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടുത്തെ കണക്കുകളെല്ലാം ശരി തന്നെയാണ്, തെറ്റിപ്പോയത് എൻ്റെ കണക്കൂട്ടലാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പേപ്പറിങ് നോക്കിയിട്ട് വിഷമത്തോടെ ഇറങ്ങുകയാണ്. അന്നേരം ശാലിനിക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തേക്ക് അവിടെ ആ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിഷ്ണു ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ തലോടിയൊക്കെ നോക്കിയിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ഭാമയുടെ വീട്ടിൽ രാഘവൻ നാരായണങ്കിൽ ഇരുന്ന് പത്രമൊക്കെ വായിക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടികൾ അവിടെ ദിവാങ്കൂട്ടിലിരുന്ന് എന്തൊക്കെ കളിക്കുകയാണ്. ഭാമയാണെങ്കിൽ പുറത്തേക്ക് പോയിട്ടൊരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം സത്യാമ്മ എന്ന് പറഞ്ഞ് കുട്ടികൾ ഓടി ചെല്ലുകയാണ്. അന്നേരം രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ സത്യയുടെ നെറ്റിയിലേക്ക് മൊത്തമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ എന്നിങ്ങനെ സത്യയും പപ്പിയും ചോദിക്കുകയാണ്. അന്നേരം കഴിക്കാനും വാങ്ങിച്ചു, കളിക്കാനും വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നും എയറോപ്ലെയിൻ എടുക്കുന്നുണ്ട്. 2 പേർക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ഓരോന്നിങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നിറച്ച് ചോക്ലേറ്റ് ആണെന്ന് പറയുമ്പോൾ പപ്പിയെ നമുക്ക് മുകളിൽ കൊണ്ടുപോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് 2 പേരും ഓടി കയറി പോവുകയാണ്.
അന്നേരം ഭാമയുടെ കയ്യിൽ ഒരു ഫയൽ ഇരിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, കുറച്ച് പൈസ കൂടുതൽ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, എന്താ കോള്, എന്താ വിശേഷവും ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, ആദ്യം ഞാൻ അതൊന്ന് അകത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഭാമയാണെങ്കിൽ ആ കവറുമായിട്ട് ആ ഫയലുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. എന്തോ വലിയ കോൾ ഒത്തിട്ടുണ്ട്, വല്ലാത്ത സന്തോഷത്തിലാണെന്നൊക്കെ രാഘവൻ നായർ അവിടെ ഇരുന്ന് പറയുകയാണ്. സമയത്ത് കുട്ടികൾ ഈ പ്ലെയിനും ആ ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമ ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം രണ്ടോ കളിപ്പാട്ടം 2 പേർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ആഹാ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വാങ്ങി നോക്കുന്നുണ്ട്. അന്നേരം സത്യം വാങ്ങിച്ചു തന്നാണ്, ചോക്ലേറ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ പപ്പിക്കും സത്യം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ 2 പേരും ഇരുന്ന് കളിക്കുക, ഞാൻ ഈ തുണി മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ ഇരുന്ന് തുണിയൊക്കെ മടക്കി വയ്ക്കുകയാണ്. ഈ സമയത്ത് അവർ ഈ കുട്ടികൾ 2 പേരും തറയിലിരുന്ന് ഈ എയറോപ്ലെയിൻ കളിക്കുകയാണ്. ആ ഒരു ചരടിങ്ങനെ വലിച്ചു വിടുമ്പോൾ പ്ലെയിൻ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സത്യയുടേത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പപ്പിയുടേത് വർക്ക് ചെയ്യുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല. അങ്ങനെ പപ്പിയാണെങ്കിൽ സത്യയുടെ പ്ലെയിൻ ഇങ്ങനെ പോകുന്ന വിഷമത്തോടെ നോക്കിയിരിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താ പോകാത്തത് എന്ന് പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും. അപ്പോൾ സത്യയുടെ നല്ലതും പപ്പിയുടേത് അഴുക്കയും ആയിരുന്നു എന്നുള്ളത് ശ്യാമയ്ക്ക് അവിടെ തോന്നുകയും അത് വാങ്ങിച്ച് എറിയുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്, നേരത്തെ പ്രൊമോയിൽ വന്നതുപോലെ. അപ്പോഴും തൻ്റെ മോൾക്ക് അഴുക്ക വാങ്ങിച്ചു കൊടുത്തിട്ട് സത്യയ്ക്ക് നല്ലത് വാങ്ങിച്ചു കൊടുത്തു എന്നും പറഞ്ഞ് ശ്യാമ അവിടെ ബഹളം ഉണ്ടാക്കുകയും രോഹിത്തിനോട് പരാതി പറയുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നീട് സത്യഭാമയാണെങ്കിൽ ആ പഴയ ആ ബ്ലേഡ് ചിട്ടി വീണ്ടും തുടങ്ങുന്ന ഒരു ഏർപ്പാടാണ് അവിടെ രാഘവൻ നായരോട് പറയുന്നത്. പിന്നീട് വിഷ്ണുവിന് ജീപ്പൊക്കെ വീണ്ടെടുത്ത് കൊടുക്കുന്നതും പഴയ വിഷ്ണുവിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമൊക്കെയാണ്. വിഷ്ണുവിനിപ്പോൾ ആ ജോലിയൊക്കെ തീർന്നല്ലോ, പക്ഷെ അതൊക്കെ ഇനി എങ്ങനെ പര്യവസാനിക്കും എന്നുള്ളതാണ്. ശാലിനിക്ക് അതൊക്കെ ആകുമ്പോൾ വിഷ്ണു ആ പഴയതിലേക്ക് പോകുമ്പോൾ ശാലിനിക്ക് ഇഷ്ടപ്പെടില്ല. ഇനി അവിടെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ബാക്കി അടുത്തടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, ആ വേലായുധൻ്റെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ എത്തിയിട്ടുമില്ല, അതൊരു തീരുമാനമായിട്ടുമില്ല. ഓക്കെ, താങ്ക് യു.